നമസ്കാരം കൂട്ടുകാരി, എല്ലാവർക്കും abcreation നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ക്ലാസ്സും വർക്കൊക്കെ കാരണമാണ് ഈ വീഡിയോ വരാൻ ലേറ്റ് ആവുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്കൊരു ലോഗോ ഇല്ലുസ്ട്രേറ്ററിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനാണ്. വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് അതിന് ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഒരു ക്യാൻവാസും 2 കളർ പാലറ്റ്സും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്യില്ലെങ്കിൽ ന്യൂ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ലോഗോ ഉണ്ടായി തുടങ്ങാം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ എലിപ്സ് ടൂൾ എടുക്കാം. ഷിഫ്റ്റ് ഒക്കെ ആയിട്ട് നമുക്കൊരു സർക്കിൾ വരക്കാം. നമുക്ക് അതിൻ്റെ സ്ട്രോക്കിൻ്റെ സൈസ് കുറച്ച് കൂട്ടി കൊടുക്കാം. ഈ ഗ്രേഡിയൻ്റ് നമുക്ക് കളയാം. ബ്ലാക്ക് കൊടുക്കാം. ഞാട്ടൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. നമുക്ക് 2 സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമുക്കൊരു ഷീൽഡിൻ്റെ ഷേപ്പിൽ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഒരു ഷീൽഡിൻ്റെ ഷേപ്പായിട്ട്. ഇനി നമുക്ക് എല്ലാം സെലക്ട് ചെയ്യാം. ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കാം. ഇതിൻ്റെ കളർ നമുക്കൊരു ബ്ലാക്ക് കൊടുക്കാം. ഒന്ന് ഫില്ല് ചെയ്യാം. ഈ ഫില്ല് ചെയ്ത പാർട്ട് മാത്രം നമുക്ക് ഡ്രാഗ് ചെയ്ത് വെക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്കിത് സെലക്ട് ചെയ്യാം. ഷിഫ്റ്റ് ആൾട്ടൊക്കെ ഇട്ട് നമുക്കൊന്ന് വലുതായി കൊടുക്കാം. ഇതിൻ്റെ ഫില്ല് നമുക്ക് സ്ട്രോക്ക് ആയി കൊടുക്കാം. ഇനി നമുക്ക് 12 ലൈൻസ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ലൈൻ സെഗ്മെൻറ്റ് ടൂൾ എടുക്കാം. ഷിഫ്റ്റ് ഒക്കെ ഇട്ട് നമുക്കൊരു ലൈൻ വരക്കാം. ആൾട്ടൊക്കെ ഇട്ട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. നമുക്കത് 10 കൂടി വേണം ഗൈസ്. നമുക്ക് കൺട്രോൾ D അടിച്ചു കൊടുക്കാം. ലൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സ്ട്രോക്ക് നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം. ഒരു ഇത് മതി. ഇതിൻ്റെ നമുക്കൊരു 1 മതി. നമുക്കിത് ഡ്രാഗ് ചെയ്തിട്ട് ഇത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഷിഫ്റ്റ് മാൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെറുതായി കൊടുക്കാം. കറക്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഏകദേശം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഷീൽഡിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഷിഫ്റ്റ് ആൾട്ട് ചെയ്തിട്ട് അതിനെയും കൂടി നമുക്കൊന്ന് ചെറുതായി കൊടുക്കാം. നമുക്കിതെല്ലാം സെലക്ട് ചെയ്യാം. ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കാം. കളർ നമുക്കൊരു ബ്ലാക്ക് കൊടുക്കാം. നമുക്ക് ലെറ്റേഴ്സ് വരച്ചു കൊടുക്കാം. നമുക്ക് അതിൻ്റെ A ആണ് വരക്കണം. നൈസായിട്ട് വരച്ചെടുക്കാം. ഇനി നമുക്ക് C വരച്ചെടുക്കാം. ABC ലോഗോ ഫുള്ള് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന്. മിസ്റ്റേക്കൊന്നും വന്നിട്ടില്ല ഗൈസ്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 3 സെലക്ട് ചെയ്യാം.
നമുക്ക് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇത് നമുക്ക് ഈ ടൂൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് 3 സെലക്ട് ചെയ്യാം, ഷിഫ്റ്റ് ആക്കിയിട്ട്. ഇനി Ctrl+X അടിക്കുക. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ളത് മൊത്തം ഡിലീറ്റ് ചെയ്താലേ. Ctrl+A സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് കൊടുക്കുക. നമുക്ക് Ctrl+V ആക്കി Shift+Alt യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് വലുതാക്കി കൊടുക്കുക, സെൻറ്ററിലാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ അൺലോക്ക് ചെയ്യാം. റെക്റ്റാങ്കുലർ ടൂൾ എടുത്ത് നമുക്കൊരു സ്ക്വയർ പോലെ വരച്ചു കൊടുക്കാം. കളർ നമുക്ക് മാറ്റി കൊടുക്കാം, ലോക്ക് ചെയ്തിടാം. നമുക്ക് ഈ 3 ലോഗോസും സെലക്ട് ചെയ്യാം. നമുക്കൊരു ഗോൾഡൻ ടെക്സ്ചർ കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്.